നമസ്കാരം. കേന്ദ്രത്തിൽ മോദിയും ബി.ജെ.പിയും തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ മുന്നോട്ട് വെച്ച് അഭിപ്രായ സർവേകളും വിലയിരുത്തലുകളും വരുന്നതിനിടെ കിട്ടുന്ന സീറ്റുകൾ പരമാവധി സ്വന്തം പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താൻ സജീവ നീക്കവുമായി കോൺഗ്രസ്. കേരളത്തിലും ഡൽഹിയിലുമെല്ലാം ഇത്തരത്തിൽ പരമാവധി സീറ്റ് നേടാനാണ് പാർട്ടി ശ്രമമെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. അതിനിടെയാണ് കേജ്രിവാളും ഷീലാ ദീക്ഷിത്തുമായുള്ള തർക്കത്തിന്റെ പേരിൽ ഡൽഹിയിലെ സീറ്റു ധാരണ തകിടം മറിഞ്ഞത്. എന്നാൽ വീണ്ടും അവസാനവട്ട ശ്രമത്തിൽ ആം ആദ്മിയെ കൂടെ നിർത്താൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതായും ഷീലാ ദീക്ഷിത്തിനെ അനുനയിപ്പിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ അവസാനവട്ട ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത്. നേരത്തെ തന്നെ ഏതാണ്ട് ധാരണയാവുകയും 3 സീറ്റുകളിൽ വീതം ഇരു പാർട്ടികളും മത്സരിക്കാനും 7ാമത്തെ സീറ്റിൽ ഒരു പൊതുസമ്മതനായ സ്വതന്ത്രനെ നിർത്താനുമാണ് ആലോചിച്ചിരുന്നത്. അതിനിടെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയുടെ ഇടപെടലാണ് കാര്യങ്ങൾ തകിടം മറിച്ചത്. വദ്രയ്ക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവന്ന ആം ആദ്മി പാർട്ടിയെ കോൺഗ്രസ് അനുകൂലിക്കുന്നതിൽ ക്ഷുഭിതനായ വധേര നടത്തിയ ചരടുവലികൾ കോൺഗ്രസിന്റെ നീക്കങ്ങൾക്ക് എതിരായി. എന്നാൽ ഇപ്പോൾ വീണ്ടും രാഹുൽ ഇടപെട്ട് ആം ആദ്മിയുടെ പിണക്കം മാറ്റുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോദിക്കെതിരായ പോരാട്ടത്തിൽ ഓരോ സീറ്റും നിർണായകമാണ്. ഇതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തയ്യാറായിരുന്നു. ഡൽഹിയിൽ കോൺഗ്രസിന്റെ അടിത്തറ തകർത്താണ് ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തിയത്. അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിയോട് മുൻ ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന് താല്പര്യവുമില്ല. എന്നിട്ടും രാഹുലിന്റെ മനസ്സ് തിരിച്ചറിഞ്ഞ് കെജ്രിവാളുമായി സീറ്റ് പങ്കിടാൻ ഷീലാ ദീക്ഷിത്തും തയ്യാറായി. എന്നിട്ടും ആ നീക്കം പൊളിഞ്ഞു. കോൺഗ്രസ് ഡൽഹി ഘടകത്തിന്റെ എതിർപ്പ് അതിരൂക്ഷമായതോടെയായിരുന്നു അത്. ഷീലാ ദീക്ഷിത്ത് വഴങ്ങിയിട്ടും സഖ്യതന്ത്രം പൊളിച്ചതിന് പിന്നിൽ റോബർട്ട് വാദ്രയാണെന്ന വിവരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വാദ്രയ്ക്ക് താല്പര്യമില്ലാത്തതാണ് ഇതിന് കാരണമെന്ന നിലയിലും ഇതോടെ ചർച്ചകൾ വന്നു. കോൺഗ്രസ് ആപ്പ് സഖ്യം ഇല്ലെങ്കിൽ ഡൽഹി സീറ്റുകൾ ബി.ജെ.പിക്ക് പോകുമെന്നാണ് വിലയിരുത്തലുകൾ ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് ധാരണ ഉണ്ടാക്കിയത്. മോദി വിരുദ്ധ വോട്ടുകൾ ഒരുമിച്ചാലേ ഉത്തരേന്ത്യയിൽ ബി.ജെ.പി പിടിച്ചുകെട്ടാനാകൂ. അങ്ങനെ ബി.ജെ.പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം ഉറപ്പാക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഡൽഹിയിലെ അട്ടിമറി ഉണ്ടായത്. കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ചാൽ 7 സീറ്റിലും ബി.ജെ.പിക്ക് വോട്ട് കുറയുമായിരുന്നു. ഇത് ബി.ജെ.പിയുടെ പരാജയത്തിനും കാരണമാകും. രാഹുലും കേജ്രിവാളും തമ്മിലുണ്ടാക്കിയ ഫോർമുല ഇത് ഷീലാ ദീക്ഷിത്തും അംഗീകരിച്ചു. അപ്പോഴാണ് പാരയുമായ റോബർട്ട് വാദ്ര എത്തിയത്. ഡൽഹി കോൺഗ്രസിലെ വിശ്വസ്തരെ ഉപയോഗിച്ച് കരുക്കൾ നീക്കി. ഇതോടെ ആം ആദ്മിക്കെതിരെ കോൺഗ്രസിൽ വികാരം ആളിക്കത്തി. അങ്ങനെ രാഹുലിന്റെ ഡൽഹി സഖ്യ പ്രതീക്ഷ പൊളിഞ്ഞു. പക്ഷേ ഇപ്പോൾ വീണ്ടും ചർച്ചകൾ നടത്തി വാദ്രയുടെ നീക്കം രാഹുൽ പൊളിച്ചു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.